അൽഹംദുലില്ലാഹ് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു തങ്ങളെ ഇതിലേക്ക് വിളിക്കണമെന്ന്. പലപ്പോഴും ഞാൻ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അള്ളാഹു ഒരു അവസരം തന്നത്. ബഹുമാനായ സയ്യിദുൽ ഉലമ, നമ്മുടെയൊക്കെ നേതൃത്വം, മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വം, ഞങ്ങളുടെ എല്ലാവരുടെയും മുസ്ലിം ഉമ്മത്തിൻ്റെ വഴികാട്ടി അൽഹംദുലില്ലാഹ് അള്ളാഹു സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒന്ന് വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടും തങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ വരാൻ തയ്യാറായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമിയുടെ ഉസ്താദ് അവർകൾ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഏത് വേദികളും അത് പുണ്യമായതാണെന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇങ്ങനത്തെ വേദികളിൽ അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന മുഖദ്ദസ്തായ അർവാഹികൾ മുഴുവനും പങ്കെടുക്കും. ഈ ലോകത്ത് ഏതെല്ലാം വിശുദ്ധാത്മാക്കളുണ്ടോ ആ വിശുദ്ധാത്മാക്കൾ മുഴുവനും ഇതുപോലുള്ള വേദിയിൽ അവർ പങ്കെടുക്കും. അതാണ് ആത്മാക്കളുടെ ലോകം എന്ന് പറഞ്ഞത്. നമ്മളെപ്പോലെ പങ്കെടുക്കാൻ ഇത്ര കിലോമീറ്റർ സ്ഥലം വേണമെന്നോ, അല്ലെങ്കിൽ ഒരാത്മാവും മറ്റൊരു ആത്മാവും തമ്മിൽ ഇത്ര ദൂരത്തിലാവണമെന്നോ, അങ്ങനത്തെ ഒരവസ്ഥയും ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മാക്കളുടെ ലോകമതാണ്. അതുകൊണ്ടാണ് ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ, പ്രത്യേകിച്ച് വിശുദ്ധാത്മാക്കൾ, ഇതുപോലുള്ള കോടാനകോടി മജ്‌ലിസുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോഴും അവിടെയൊക്കെ ആ വിശുദ്ധാത്മാക്കളുണ്ടാവും. അപ്പോൾ ഇവിടെയും അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന വിശുദ്ധാത്മാക്കൾ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ നമ്മളെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമ്മളെ കണ്ണെന്ന് മാത്രം. നമ്മളെ ഈ കണ്ണിൻ്റെ വിശുദ്ധി, അത് പ്രസവിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ വിശുദ്ധി അത് തക്ലീഫിൻ്റെ ഒരു ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടും ആ വിശുദ്ധിയെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണൽ ഹറാമാക്കിയതോ കാണൽ കറാഹത്താക്കിയതോ അല്ലെങ്കിൽ ഖിലാഫുൽ ഔല ആക്കിയാവുന്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച, അത് ഹറാമായി നിരോധിച്ചതാവട്ടെ, കറാഹത്തായി നിരോധിച്ചതാവട്ടെ, ഖിലാഫുൽ ഔലയായി നിരോധിച്ചതാവട്ടെ, ഒന്നിനും ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടുള്ളതല്ല. ആ കണ്ണിനിക്ക് മാത്രമല്ല വിശുദ്ധി വേണ്ടത്, നമ്മളെ നാവിനിക്ക് വേണം, നമ്മളെ സർവ്വ അവയവത്തിനും ആ വിശുദ്ധി വേണം. ആ അവയവം കൊണ്ട് അള്ളാഹു നിരോധിച്ച ഒരു സംഗതിയും ചെയ്യാതെ ഇരിക്കുക. അതോടൊപ്പം അള്ളാഹു നിരോധിച്ച ഒരു സംഗതി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ അവയവം അതിന് ഭയപ്പെടാതിരിക്കുക. ഇതാണ് യഥാർത്ഥ ഒരു മുഅ്മിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു. ഇതായിരുന്നു മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ. അൽ അംബിയാഉ മഅ്സൂമൂന അൻ കുല്ലി ഖൗലിൻ വഫിഇലിൻ ഔ ഹർക്കത്തിൻ ഔ സുകൂൻ അല്ലത്തി തുഖാലിഫു മഖാമഹുൽ അഅ്ലാ. അമ്പിയാക്കന്മാർ അവരുടെ ആ വിശുദ്ധമായ ആ പദവിനോട് യോജിക്കാത്ത എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു വാക്കോ, അല്ലെങ്കിൽ ഒരു ചലനമോ ഒന്നും അമ്പിയാക്കന്മാരിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് ഉണ്ടാവൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് മുഹാലായ ഒരു സംഗതിയാണ്, സംഭവിക്കാൻ പാടില്ലാത്ത. ആ നിലക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു വിശുദ്ധന്മാരാക്കിയിട്ടുണ്ട്. അവർക്കുള്ള അവസ്ഥയാണ് ഇസ്തിഖാമത്ത് എന്ന ഏറ്റവും ഉയർന്ന ഒരു പദവി. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലാ യുതീഖുഹാ ഇല്ലൽ അകാബിർ. അതൊരു ഉയർന്ന പദവിയാണ്. ചില്ലറക്കാർക്ക് അതിനുണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല. അതോടുകൂടി ഇസ്തഖീമു വലം തുതീഖു, ഇസ്തിഖാമത്തിന് എല്ലാവരും ഉണ്ടാക്കണം എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അതിനുണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല, കഴിയണമായി ഉണ്ടാക്കും. അതായത് അള്ളാഹു നിരോധിച്ച എല്ലാ സംഗതിയിൽ നിന്ന് ഒഴിഞ്ഞിക്കാം. ഹറാമെന്ന് മാത്രം ഒഴിഞ്ഞെന്നാൽ പോരാ,
കറാഹത്തുനിന്ന് ഖിലാഫുലൗലിന്നൊക്കെ ഒഴിഞ്ഞിക്കണം. അള്ളാഹു കൽപ്പിച്ച വാജിബാത്തുകൾ മാത്രം ചെയ്താൽ പോരാ, സുന്നത്തായ സംഗതികളും ശറഈയാവുന്ന ആദാബുകളൊക്കെ ജീവിതത്തിൽ പകർത്തണം. ഇതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലക്കുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് നമുക്കിതിനെ കാണാൻ കഴിയും. മഹാനാവുന്ന ഖാദി അബൂബക്കർ അറബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖാനൂൻ തഅ്വീൽ ഫി അസ്റാറി തൻസീൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ അവൻ വിശുദ്ധമാക്കാം, ഹൃദയത്തിൽ വരാൻ പാടില്ലാത്ത സ്വഭാവങ്ങളൊന്നും ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. ആ നിലക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാം. വഅഖ്ബല ഇലല്ലാഹി ബിൽ കുല്ലിയ, അവൻ്റെ സർവസ്വവും അള്ളാഹുലേക്ക് അവൻ അർപ്പിക്കാം. അവൻ്റെ ആ നിലക്ക് വിശുദ്ധിനുണ്ടാക്കി തീർത്താൽ അവനിക്ക് റഅൽ മലായിക, അവന് മലായിക്കത്തിന് അവന് കാണാൻ കഴിയും. വറഅൽ അംബിയാ, അംബിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരുടെ സംസാരം അവൻ കേൾക്കും. വയുകല്ലിമുഹും, അവരോട് അവൻ സംസാരിക്കും. വയുകല്ലിമൂനഹു, അവർ അവനോടും സംസാരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വ അമ്പിയാക്കന്മാരെയും കണ്ടു എന്നല്ലേ പറയും. പല അമ്പിയാക്കന്മാരെ കണ്ടതിനെ പറ്റി റസൂൽ പറഞ്ഞു, വറഅയ്തു ഹാദം കഅന്നഹു നഖലത്തുൻ തവീല. ഇബ്രാഹിം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. മൂപ്പരുടെ ആ നീളത്തിനെ സംബന്ധിച്ച് വിവരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറഅയ്തു ഇബ്രാഹിം വഅന അശ്ബഹു ഉൽദി ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം നബിനോട് ഏറ്റവും അവരെ മക്കളിൽ നിന്ന് അന അശ്ബഹു മിൻ ഉൽദി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും സാദൃശ്യമുള്ളത് എനിക്കാണ്. മൂസ നബിനെ പല സമയത്തും കണ്ടു. ആ കണ്ടതിനെ പറ്റി പലപ്പോഴും പറഞ്ഞു. ഫഇന്നി അൻദുറു ഇലാ മൂസ കഅന്നി അൻദുറു ഇലാ മൂസ ഇന യൻഹജറു ഫിൽ വാദീൻ. ഹജ്ജിൻ്റെ വേളയിലൊക്കെ പലപ്പോഴും മൂസ നബിനെ കണ്ടിട്ടുണ്ട്. മൂസ നബി ആ മലൻ്റെ തായ്വരയിൽ കൂടി ഇറങ്ങി വരുന്നത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു. മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ഈസ നബി വഫാത്തായിട്ടില്ലെങ്കിലും അതിനെപ്പറ്റിയും പറഞ്ഞു. ഈസ നബി വരുമ്പോൾ കഅന്നഹു ഖറജ മിൻ ദിമാസ്, ഒരു തണുപ്പുള്ള സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ കുളിമുറിയുന്നോ അല്ലെങ്കിൽ എയർ കണ്ടീഷനൊക്കെ ഇറങ്ങി വരണമായിരിക്കുന്നുണ്ട്. അത്ര സുന്ദരമായ ഒരു മുഖമായിരുന്നു ഈസ നബി. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരെ കണ്ടതിനെപ്പറ്റി അവരുടെ രൂപത്തിനെ പറ്റിയൊക്കെ റസൂൽ വിവരിച്ചു. അതാണ് ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞത്, മനുഷ്യനിക്ക് അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാം, ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കാം. മഹാന്മാരാവുന്ന സൂഫിയാക്കൾ പറയണത് പോലെ തഹരിയത്ത് തഹരിയത്ത്, മോശമായ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക, നല്ല സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക, ഈമാനിനെ വളരാൻ പറ്റുന്നതായ അവസരം ഹൃദയത്തിലുണ്ടാക്കി കൊടുക്കുക. ആ ഈമാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു നൂറാണത്. ആ ഈമാൻ അൽ ഈമാൻ യസീദു വയൻഖുസ്, അത് വളരും ചെയ്യും ചെയ്യും. അപ്പോൾ ഈമാനിനെ എങ്ങനെയാണ് വളർത്തുന്നത്? സാലിഹാത്താവുന്ന അമലുകൾ ചെയ്തുകൊണ്ട് ഈമാനിനെ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുന്നത്തായ അമലുകളെ നമ്മൾ വർദ്ധിപ്പിക്കണം. ആ നിലക്ക് ഈമാനിനെ ഒരാൾ വർദ്ധിപ്പിച്ച് ഈമാനിനെ അതിൻ്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവനിക്ക് മലായിക്കത്തിന് അമ്പിയാവിനെയൊക്കെ കാണാൻ കഴിയും, അവരുടെ സംസാരം. അപ്പം നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ. ഇവിടെ മുഖദ്ദസാവുന്ന വിശുദ്ധാത്മാക്കളും ഇവിടെ ഒരുമിച്ചു. ഇതാണ് ഈ മജ്ലിസിലേക്കുള്ള ഏറ്റവും വലിയൊരു പുണ്യം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ വിശുദ്ധ ഖുർആനിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടത്തപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമാവുന്ന ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെയല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയായി ചെറുപ്രായത്തിൽ തന്നെ ഒരു പ്രത്യേക ശുദ്ധീകരണം നടത്തിയതാണ്. ഹലീമത്തു സഅദിയൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ
അവരുടെ സഹോദരന്മാരുടെ കൂടെ ആ മലൻ്റെ തായ്വരയിൽ ആട് മേക്കിക്കൊണ്ടിരുന്ന സമയത്ത് മഹാന്മാരാവുന്ന മലായികത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്കൊരു ശുദ്ധീകരണം നടത്തി. അത് എന്തിനു വേണ്ടിയാണ് ആ ശുദ്ധീകരിച്ചത്? ആ കുട്ടിപ്രായത്തിലുള്ള ആ വളർച്ച തന്നെ വിശുദ്ധമായ രീതിയിലാവണം. അങ്ങനെ നുബുവത്ത് ലഭിക്കപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് രണ്ടാമതൊരു ശുദ്ധീകരണം കൂടി നടത്തി. എന്തിനു വേണ്ടി? ആ നുബുവത്ത് ലഭിക്കപ്പെടാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങൾ മലക്ക് മുഖേന ലഭിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ വഹി റസൂലുള്ളാഹിക്ക് ലഭിക്കപ്പെടാറുണ്ടായി. ആ വഹി അത് മലക്ക് മുഖേനുള്ളതായ സന്ദേശങ്ങളല്ലായിരുന്നു. അതാണ് അവ്വലുമാ ബുദിയ ബിയ റൂയ സ്വാലിഹ, നല്ല സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വപ്നത്തിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഹിറായിൽ കുറച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് പ്രത്യേകമാവുന്ന ഇബാദത്ത് കൊണ്ട്. മഹാന്മാരാവുന്ന അയിമ്മത്തിനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചിലർ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനനുസരിച്ചുള്ള ഇബാദത്ത് എന്ന് നബി അവിടെ ചെയ്തിരുന്നു. പക്ഷേ മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനനുസരിച്ചുള്ള ഇബാദത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി കണ്ടുമുട്ടുന്നതിൻ്റെ മുമ്പ് ആ കണ്ടുമുട്ടാൻ ആവശ്യമാവുന്ന നിലക്കുള്ള പ്രത്യേകമാവുന്ന ഒരു സജ്ജീകരണം അത് നടത്തിയത്. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന ചില ഇബാദത്തുകൾ അല്ലാഹു നിർദ്ദേശിച്ചിരുന്നു എന്നാണ്. അതാണ് വക്കാന യതഅബ്ബദൂന ബി ചില ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിറയിൽ പ്രത്യേകമാവുന്ന ചില രാത്രികളിൽ അവിടെ കഴിച്ചുകൂട്ടി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൂർണ്ണമായ ഒരു വിശുദ്ധി ഉണ്ടാവണം. ആ വിശുദ്ധി ഉണ്ടാവുമ്പോഴേ വിശുദ്ധമാവുന്ന അള്ളാഹുവിൻ്റെ കലാമുകളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമുകളെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നത് തന്നെ വിശുദ്ധമായ ഹൃദയത്തിലേക്ക് അത് വരുമ്പോൾ സാധാരണ നമ്മളെ ഉസ്താദിൽ നിന്നിട്ട് ഖുർആൻ ഓതി പഠിക്കണമായിരിക്കല്ല. നമ്മളെ ഉസ്താദിൽ നിന്ന് ഖുർആൻ ഓതി പഠിക്കുന്നത് പോലെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന വഹീനെ മലക്കിൽ നിന്ന് സ്വീകരിച്ചത്. അത് റസൂലുള്ളാഹിൻ്റെ വിശുദ്ധമാവുന്ന ആത്മാവാണ് അതിനെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക. സാധാരണ ആളുകൾ ഓതിക്കൊടുക്കുമ്പോൾ അവരുടെ ശിഷ്യന്മാർ സാധാരണക്കാർ പഠിക്കുന്ന രൂപമുണ്ട്. അതെന്താ? ഉസ്താദ് ഓതി തരുമ്പോൾ അത് കേട്ട് പറയാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നബിയെ തങ്ങൾ അതിനു വേണ്ടി നാവ് അനക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. നബിയെ തങ്ങൾ ധൃതി കൂട്ടും വേണ്ട. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. ജിബ്രീൽ ഓതി തരുമ്പോൾ തന്നെ ആ ഖുർആൻ്റെ ആയാത്തുകളും അതിനോട് ബന്ധപ്പെട്ട സർവ്വ അഹ്കാമുകളും പിന്നീട് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഇവിടെ പറയുന്ന ഏതെല്ലാം മസായികളുണ്ടോ, മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ ഏതെല്ലാം മസലകളുണ്ടോ, അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞ ഏതെല്ലാം മസലകളുണ്ടോ, ഇമാം മാലിക് തങ്ങൾ പറഞ്ഞ, ഇമാം അഹ്മദ് ബിൻ ഇവർ പറഞ്ഞ എല്ലാ മസലകളും അതിനോട് ബന്ധപ്പെട്ടതായ ഖുർആനിയാവുന്ന ആയത്തുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിത്തരുമ്പോൾ ആ എല്ലാ ആയാത്തുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യപ്പെടേണ്ടതായ സർവ്വ അഹ്കാമുകളും അത് നബിയെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് അത് അവിടെ സ്ഥലം പിടിക്കും. ഇതിനെ ഓതേണ്ട ശൈലി എത്ര ഉണ്ടോ അതിനും നബിയെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് 7 ശൈലിയിലാവട്ടെ 10 ശൈലിയിലാവട്ടെ ആ ശൈലിയൊക്കെ. അപ്പോൾ പ്രത്യേകമാവുന്ന ഒരു അധ്യാപന രീതിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുമ്പോൾ സ്വീകരിച്ചത്. ആ ഒരു അധ്യാപന രീതി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ആയത്ത് പറയുമ്പോൾ തന്നെ ആയത്തിനോട് ബന്ധപ്പെട്ട എല്ലാം വേറൊരു സമയം അത് പറയാൻ സമയം എടുക്കണില്ല. അത് പറയുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട എല്ലാം അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ 1 മിനിറ്റ് ഒരു ആയത്ത് അവതരിപ്പിക്കാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അര മിനിറ്റാണ് അതിന് അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി സമയം എന്നുണ്ടെങ്കിൽ, ആ ഒരു അര മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ
ആ ആയത്തിനോട് ബന്ധപ്പെട്ട അതിൻ്റെ തഫാസീറുകൾ, അതിനോട് ബന്ധപ്പെട്ട അതിനോട് മസായിലുകൾ, അതിൻ്റെ അവതരണ പശ്ചാത്തലം, അതിനെ ഓതേണ്ട ശൈലി, അതിൻ്റെ ഹുറൂഫുകൾക്കുള്ള മഖ്റാജിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ ആ നിമിഷത്തിൽ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കുകയാണ്. അപ്പം അത്രയും വിശുദ്ധമാക്കപ്പെടണം ഹൃദയത്തിനെ, എന്നാലേ വിശുദ്ധമാവുന്ന ഖുർആൻ ആ സ്വഭാവത്തിൽ അവതരിപ്പിക്കപ്പെടുള്ളൂ. അപ്പം അങ്ങനെ വളരെയധികം പ്രത്യേക രീതിയിൽ കൂടി പ്രത്യേക അധ്യാപന ശൈലി സ്വീകരിച്ചുകൊണ്ട് വളരെ വിശുദ്ധമാവുന്ന ഒരു സ്ഥലത്തിലേക്കാണ് വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിലേക്ക്. അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ച് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അദ്ദേഹം അത് വളരെ അമീൻ, വളരെ വിശ്വസ്തരാകുന്ന വ്യക്തിയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആ വിശ്വസ്തരായതിനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ഖുർആൻ്റെ അവതരണം, ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ നടത്തേണ്ടത് ആരാണ്? അത് വിശ്വസ്തരാണ്. വിശ്വസ്തരല്ലാത്തവർ കൈകാര്യം ചെയ്യാൻ ഇത് പറ്റൂല. അതുകൊണ്ടാണ് മഹാനാവുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ പല സിഫാത്തുകളും പറഞ്ഞ് അദ്ദേഹത്തെ വർണ്ണിച്ചത്. അപ്പം അത്രയും വിശുദ്ധരാകുന്ന ആളുകൾ കൈകാര്യം ചെയ്യേണ്ട ഒന്ന്, വിശുദ്ധമായ ഹൃദയത്തിലേക്ക് വന്നു ചേരേണ്ട ഒന്ന്, അത് ആ നിലക്ക് ഉള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പം ജിബ്രീൽ അവതരിപ്പിച്ചു കൊടുത്തതുപോലെ, അല്ലെങ്കിൽ ജിബ്രീൽ നിന്ന് റസൂൽ സ്വീകരിച്ചതുപോലെയൊക്കെ അവതരിപ്പിക്കാനോ അത് സ്വീകരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. പക്ഷേ ഈ വിശുദ്ധ ഖുർആൻ അതിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ സംരക്ഷണം അല്ലാഹു ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ പ്രവൃത്തികൾ അല്ലാഹു നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെടുക അതൊരു നല്ല കാര്യം തന്നെയാണ്. ഖുർആൻ ഹിഫ്ള് ചെയ്യപ്പെടുമ്പോൾ ആ പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്കുള്ള ഖുവ്വത്ത് ഹാഫിള, അതിൻ്റെ ശക്തി എത്ര മാത്രമുണ്ടോ അതനുസരിച്ച് ഹിഫ്ള് ചെയ്യപ്പെടാൻ കഴിയും. ചിലപ്പോൾ 3 മാസം കൊണ്ട് ഹിഫ്ള് ചെയ്യപ്പെടും, അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ. ഇതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം നമ്മളത് വലിയൊരു അത്ഭുതമായിട്ട് കാണുക, അതല്ല ഒന്നുമല്ലത്. കാരണം ഈ കുട്ടിൻ്റെ ഖുവ്വത്ത് ഹാഫിള, അതിൻ്റെ അതിൽ ഹിഫ്ളിൻ്റെ ആ ശക്തി എത്ര മാത്രമുണ്ടോ, ആ പവറുണ്ടല്ലോ, പവർ അത് എത്ര ഉണ്ടോ അതനുസരിച്ചായിരിക്കും. അത് 3 മാസം കൊണ്ട് ചിലപ്പോൾ ഖുർആൻ മുഴുവൻ ഹിഫ്ള് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ 4 മാസം, അല്ലെങ്കിൽ 6 മാസം, 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലം കൊണ്ടൊക്കെ പല നിൽക്കും. അവൻ്റെ ഖുവ്വത്ത് ഹാഫിളിൻ്റെ തോതനുസരിച്ച് അതിനെ ഹിഫ്ള് ചെയ്യാൻ കഴിയും. പക്ഷേ ഹിഫ്ള് ചെയ്യപ്പെട്ടത് അത് മറപ്പിക്കപ്പെടരുത്. അത് മറപ്പിക്കപ്പെടേണ്ടതായ ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹിഫ്ള് ചെയ്തതായ കുട്ടികൾ നീങ്ങാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഹിഫ്ള് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മഹാന്മാരാവുന്ന മശായിഖന്മാരിൽപ്പെട്ട ഒരാളോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, ഇനി റഅയ്തു കഥ വക്കഥ, ഇന്നാലിന സംഗതി ഞാൻ കണ്ടു. കണ്ട സംഗതി എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് പറഞ്ഞില്ല. ഞാൻ എന്തോ ഒരു സംഗതിനെ കണ്ടു, ഒരു മോശമായ ഒന്നാണ് കണ്ടത്. ആ കണ്ടപ്പോൾ ഫഅജബനി, ആ കണ്ട വസ്തു എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഞാൻ അതിൽ ആകർഷനായി എന്നാണ് പറയണത്. പിന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അതിനെ നീക്കിക്കളയാൻ എനിക്ക് കഴിയണില്ല. ഉസ്താദിനോട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് എന്താ പറഞ്ഞതെന്നറിയോ? സതറാഇബഹു, പിന്നീട് അതിൻ്റെ നാശം നിനക്ക് കാണാൻ കഴിയും. അപ്പം ആ ഒരു മോശമായ ഒരു വസ്തു എന്തോ ആവട്ടെ, അതിനെ കണ്ടു കഴിഞ്ഞു, അതിൽ ആകർഷനായി, ആ ഒരു അതിനോടുള്ള ആ ഒരു ഒരു മഹബത്തോ എന്തോ അതിനെപ്പറ്റി എന്തോ ആവട്ടെ, അത് അയാളെ ഹൃദയത്തിൽ നിലനിന്നപ്പോൾ ഉസ്താദ് മൂപ്പരോട് പറഞ്ഞത് എന്താ? സതറാഇബഹു, അതിൻ്റെ നാശം പിന്നീട് നീ അനുഭവിക്കും. പിന്നെ നാശം എന്താ? ഫനുസിയൽ ഖുർആൻ, പിന്നെ ഖുർആനെ മറപ്പിക്കപ്പെട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഖുർആനെ മറപ്പിക്കപ്പെട്ടു.
അപ്പോൾ ഹിഫ്ള് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത് അത് ഖുവ്വത്ത് ഹാഫിളിൻ്റെ പവർ അനുസരിച്ച് കുട്ടികൾക്ക് അത് ബുലൂഗാവുന്നതിന് മുമ്പാവുമ്പോൾ അവരോട് തക്ലീഫിൻ്റെ ലോകത്തേക്ക് അവരെത്തിയിട്ടില്ല. അപ്പോൾ അവരോടുള്ള കൽപ്പന ഉണ്ടാവില്ല, ഹറാമ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കറാഹത്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഖിലാഫുൽ ഔല ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഉജൂബായ സംഗതികൾ ചെയ്യണം, അല്ലെങ്കിൽ സുന്നത്തായ സംഗതികൾ ചെയ്യണം, ശറഈയാവുന്ന ആദാബുകളെ പാലിക്കണം എന്നുള്ള കൽപ്പന ഒന്നും ഉണ്ടാവില്ല. ആ കൽപ്പനൻ്റെ പ്രായത്തിൽ എത്തുന്നതിൻ്റെ മുമ്പായി കൊണ്ട് ഹിഫ്ള് ചെയ്യുമ്പോൾ ഖുവ്വത്ത് ഹാഫിളിൻ്റെ പവർ അനുസരിച്ചൊക്കെ ഹിഫ്ള് ചെയ്യപ്പെടും. കാരണം നിർമ്മലമായ ഹൃദയമാണ്, വിശുദ്ധമായ ഹൃദയമാണ്, ഖുർആൻ വന്നു ചേരാൻ പറ്റിയൊരു ഹൃദയമായി. പിന്നീട് തക്ലീഫിൻ്റെ ലോകത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ മുക്കല്ലഫായി തീർന്നാൽ ഒരു മുക്കല്ലഫിനോട് കൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അവാമിറുകളും നവാഹികളൊക്കെ ഉണ്ടാവും, കൽപ്പനകളും നിരോധാജ്ഞകളൊക്കെ. അത് പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കണില്ലെങ്കിൽ ചെറിയ നിലക്കൊരു മങ്ങലേൽക്കും ചിലപ്പോൾ ഹിഫ്ളിന്. മാത്രമല്ല ഈ ഹിഫ്ളുമായും കൊണ്ട് ബന്ധപ്പെടാത്തൊരവസ്ഥ പിന്നീടുണ്ടായിത്തീരാം. ഈ മേഖലയിൽ നിന്ന് വിട്ടിട്ട് വേറെ വല്ല മേഖലയിലേക്കും നീങ്ങാം, അപ്പോഴും ഖുർആനെ മറപ്പിക്കപ്പെടും. അപ്പോൾ ഖുർആനെ ഹിഫ്ള് ചെയ്യപ്പെട്ടാൽ അതിനെ മറപ്പിക്കപ്പെടാത്ത നിലക്ക് ആ ഖുർആനെ സംരക്ഷിക്കപ്പെടാൻ, അതിൻ്റെ ഹിഫ്ളിനെ സംരക്ഷിക്കപ്പെടാനുള്ളതായ മാർഗങ്ങൾ, അതിൻ്റെ മേഖലകൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അവർ ചെറിയ കുട്ടികളാവുമ്പോൾ അവരൊന്നും അറിയില്ല. അപ്പോൾ അവർ ഹിഫ്ള് ചെയ്ത് കഴിഞ്ഞാൽ ഹിഫ്ള് ചെയ്യേണ്ടത് ഒരു നല്ല സംഗതി തന്നെയാണ്. ആ ഹിഫ്ളിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന, അതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് പല സ്ഥാപനങ്ങളിൽ നിന്നും ഹിഫ്ള് പഠിക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളോട് അവരെ ഹിഫ്ള് നിലനിർത്താൻ വേണ്ടി അതിനോട് ബന്ധപ്പെട്ടതായ അവർ ശറഈയാവുന്ന ഉലൂമും അതിനോട് ബന്ധപ്പെട്ട ഉലൂമുകളുമായി ബന്ധപ്പെട്ട് അതിനെ പഠിച്ച് ഹിഫ്ള് നിലനിർത്താൻ ആവശ്യമാവുന്ന, ഹിഫ്ളിനെ എപ്പോഴും ഖുർആനെ എപ്പോഴും പഠിച്ചാൽ പോരാ, അതിനെ ആവർത്തിച്ച് ഓതണം എന്നാണ്. അതല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരലുണ്ടായിരുന്നു. റസൂൽ അങ്ങോട്ട് ഓതി കൊടുക്കും, ജിബ്രീൽ ഇങ്ങോട്ട് ഓതി കൊടുക്കില്ല. അതായത് അതതിൻ്റെ ഒരു വാർഷിക ആഘോഷമാണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറക്കപ്പെടാതിരിക്കണം, മറപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. ആ നിലക്ക് അതിനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓതിക്കൊണ്ടിട്ടും അതിനെ എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടും വളരെ വിശുദ്ധമായ ഒരു സാധനമാണ്, ഒരു കലാമാണ് എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ആ വിശുദ്ധിക്ക് ചേരാത്തതായ ഒരു പ്രവർത്തനങ്ങളും എന്നിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലയ്ക്ക് കുട്ടികൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉസ്താദന്മാരും ബന്ധപ്പെട്ടവരൊക്കെ ചെയ്തുകൊണ്ടിട്ട് അവരിൽ ആ ഹിഫ്ളിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും, അതിന് വേണ്ട ശറഈയാവുന്നതായ മറ്റുള്ള കാര്യങ്ങളും, അതിന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ഹിഫ്ള് അവൻ മരിക്കുന്നത് വരെ അവൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കണം. അതിനുള്ള സൗകര്യങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ഹിഫ്ളിൻ്റെ സംരംഭങ്ങളൊക്കെ അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്ത് ഇതുപോലുള്ളതായ പരിപാടികളൊക്കെ ഏർപ്പെടുത്തി അതിലുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് ദീനിയാവുന്ന കാര്യത്തിൽ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ രണ്ട് കൂട്ടർ അമ്പെറിഞ്ഞും കൊണ്ടുള്ള മത്സരങ്ങൾ, അത് ഒരു ദീനൊരു ഒരു പ്രത്യേകമാവുന്ന ശക്തി പകരാൻ വേണ്ടി പ്രത്യേകമാവുന്ന ഒരു അമ്പെയ്ത്ത് പരിശീലനം അവർ പഠിച്ചു. അതിലുള്ളൊരു മത്സരമാണ് നടത്തുന്നത്. അപ്പം അതൊരു ദീനിനോട് ബന്ധപ്പെട്ട ഒരു നല്ല കാര്യമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മത്സരത്തിൻ്റെ ആ വേദിയിൽ ചെന്ന് അവിടുന്ന് പറഞ്ഞു, ബനി ഫുലാൻ ബിനി ഫുലാൻ, ഞാൻ ഇവരെ പക്ഷത്താണെന്ന്. ഇപ്പോൾ വല്ല മത്സരം കാണുമ്പോൾ നമ്മൾ കണ്ടില്ല, ദീനിയായ മത്സരം അല്ലാത്ത മത്സരമാണെങ്കിലും നമ്മൾ ചില ആളൊപ്പം കൂടുമല്ലോ. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ള കുട്ടികളെ ഇപ്പോൾ പന്ത് ഉണ്ടെന്ന് നിൽക്കുക, എന്നാൽ ചില ആളുകൾ ചില രാജ്യത്തിൻ്റെ ഒപ്പാണേക്കാരും ചിലത് ചില രാജ്യത്തിൻ്റെ ഒപ്പാണേക്കാരും. അപ്പം അതൊരു ഭൗതികമായ ഒരു കാര്യമാണ്. എന്നതുപോലെ ദീനിയായ കാര്യത്തിൽ മത്സരം നടത്താം. ആ നടത്തുമ്പോൾ ചിലരെ കൂടെ കൂടാം. റസൂൽ അതുകൊണ്ടാണ് ബനി ഫുലാൻ ബിനി ഫുലാൻ, ഞാൻ ഇവരൊപ്പാടെന്ന് പറഞ്ഞു.
അപ്പോൾ മറ്റേ കൂട്ടുകാർ ഞങ്ങളെന്നാ മത്സരത്തിനില്ല നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തടോ നിങ്ങൾ മത്സരിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നബിയെ തങ്ങളുള്ള ആളുകളല്ലേ ജയിക്കുള്ളൂ, നബി ആരൊപ്പം ഉള്ളത് അവരല്ലേ ജയിക്കുള്ളൂ, ഞങ്ങൾ തോൽക്കുന്നുള്ളത് ഏതായാലും ഉറപ്പല്ലേ, ഞങ്ങൾ അതുകൊണ്ട് ഈ മത്സരത്തിനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അനമഴക്കും കുല്ലിക്കും, ഞങ്ങളെല്ലാവരും ഒപ്പമാണ്, നിങ്ങൾ ഫർമു ബനി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളെ നിങ്ങൾ ഈ അമ്പ് മത്സരങ്ങൾ കളിച്ചോളി, ഞാൻ ഇവരൊപ്പമുണ്ട് ഇവരൊപ്പമുണ്ട്. അപ്പോൾ ശർഈയായ നിലയ്ക്ക് ദീനിന് മസ്ലഹത്തുണ്ടാവുന്ന ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് അതിനെന്താക്കാം, പ്രേരിപ്പിക്കാം, അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതിൽപ്പെട്ടതായ ഒരു വേദിയാണ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. ആ വേദിയിൽ മത്സരിച്ചതായ ആളുകൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിട്ട് മറ്റുള്ള കുട്ടികളോട് ഇതുപോലെ മത്സരിക്കാനും ഹിഫ്ദിനോട് താല്പര്യം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള പ്രവൃത്തികൾ നമുക്ക് നടത്താം. അതിന് ശർഈയായ വിരോധമൊന്നുമില്ല. അങ്ങനെയല്ലേ പല മത്സരങ്ങളും നടത്തുന്നുണ്ടല്ലോ, നമ്മൾ ദീനിനോട് ബന്ധപ്പെട്ട മത്സരങ്ങൾ. ആ മത്സരങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അത് ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലുള്ള വേദികളൊക്കെ സംഘടിപ്പിച്ച് വിശുദ്ധ ഖുർആൻ്റെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ അത് വലിയൊരു ആഴിയാണത്. അതിലേക്ക് എത്ര ഇറങ്ങിച്ചെന്നാലും അതിൻ്റെ ആ ആഴത്തിലേക്ക് എത്തിച്ചെല്ലാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ലത്. അങ്ങനെയല്ലേ പലരും ഖുർആനെ പറ്റി പഠിച്ചവരും വ്യാഖ്യാനം എഴുതിയവരൊക്കെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ബന്ധപ്പെട്ട തക്കാലീഫുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ടുള്ള കുല്ലൗക്കാനൽ ബഹറു മിദാദല്ലി കലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി എന്നാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതാനും അതിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും മഷിയായി ഉപയോഗിച്ചാലും ആ സമുദ്രത്തിലുള്ള വെള്ളം അവസാനിക്കാന്നല്ലാതെ ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി എന്നാണ്. റബ്ബിൻ്റെ കലിമാത്തുകളുടെ വ്യാഖ്യാനങ്ങൾ അത് എഴുതാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ എഴുതിയെന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാത്തുകൾ, നമ്മൾക്ക് മറ്റുള്ളതായ നമ്മളെ മുആമലാത്തുകൾ, അതിനോടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനേ മഹാന്മാരാവുന്ന അയിമ്മത്തിനും സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ എത്രയോ അപ്പുറമാണ് വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളും. അപ്പോൾ അതുകൊണ്ടിട്ട് അത് എത്ര അതിൻ്റെ അതൊരു പ്രത്യേക ലഹരിയാണ് വിശുദ്ധ ഖുർആൻ. അതിനെ ഇവിടെ ബഹുമാനപ്പെട്ട ഖാരി ഇവിടുന്ന് ഓതിയപ്പോൾ അതിൽ നിങ്ങൾ എന്തായി ലയിച്ചു. കാരണം എന്തുകൊണ്ട്? അത് പ്രത്യേക ഒരു ലഹരിയാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകമാവുന്ന ഒരു ലഹരി വന്നുകൂടും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അതിൽ നമുക്ക് എന്താവാണ്, ആത്മീയമായിട്ട് നമ്മളെ ഈമാനിക്ക് ഒരു സിയാദത്ത്, ഒരു വളർച്ച വന്നുകൂടും. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ഹിഫ്ദ് ചെയ്യിപ്പിക്കുക, ആ ഹിഫ്ദിനെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ വയ്ക്കുക. കുട്ടികളൊക്കെ ഇതിൽ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള മത്സരവേദികളൊക്കെ നടത്തുക. അവർക്കൊക്കെ ചെറിയ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകപ്പെടുക. മറ്റുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമാവട്ടെ എന്നുള്ള നിലക്ക് ഖുർആനുമായി ബന്ധപ്പെടുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റിക്കാരും പ്രത്യേകിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി, ഞാൻ ഈ രാത്രി അധികം ഉറക്കമൊഴിക്കാത്ത ആളാണ്. ഞാൻ പിന്നെ ഇത് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പകലൊക്കെ ദർസുള്ളതാണ്, പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ടാവും. ഞാൻ ഖാസിമിനോട് 2-3 മാസം മുമ്പ് എന്നെ പറയൽ തുടങ്ങിയിരിക്കണം. യഥാർത്ഥത്തിൽ ഞാനിതിൻ്റെ ഡയറി നോക്കിയാൽ മനസ്സിലാവും, ഡയറിയിൽ ഇത് എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കാത്തതുകൊണ്ടെന്ന് ചോദിച്ചാൽ ഖാസിമി പറഞ്ഞതാന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും, പക്ഷേ ദിവസം എന്താണെന്നുള്ള ഈ ദിവസത്തിലൊക്കെ വേറെ ഓരോ പരിപാടിയാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പരിപാടിയൊക്കെ ഒഴിവാക്കി വന്നതെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ ജുമാക്ക് വേണ്ടി പോയി അവിടെ ഇരുന്നപ്പോൾ വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് 2 ആൾ വന്ന് പറഞ്ഞു, 2-ാം തീയതി കേട്ടോ ഖാസിമിൻ്റെ ദിവസം, അത് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. നമ്മളടുത്തുള്ള ആരോടെ മൂപ്പർ പിന്നെയും ഉണർത്തിക്കാണ്. അപ്പോഴാണ് ഞാൻ 2-ാം തീയതി വേറൊരു സന്നദ്ധാന സമ്മേളനം ഏറ്റിട്ടുണ്ടായിരുന്നു കാസർഗോഡ്, ഇവിടെ പിന്നെ കണ്ണൂർ ജില്ലയിൽ.
അപ്പോൾ അവരോട് ആ സന്നദ്ധാനം നാളേക്ക് ആക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പിന്നെ കാസിമീനി അത്രമാത്രം പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് പറയും. അത് ഈ കൊല്ലമല്ല, കഴിഞ്ഞ കൊല്ലത്തെ പരിപാടിക്കൊക്കെ എന്നെ വിളിച്ചതാണ് ഞാൻ ഓർക്കുന്നത്. ഏതായാലും അപ്പോൾ അതുകൊണ്ട് അവരോടുള്ള പ്രത്യേക ഒരു താല്പര്യവും, അവർ നമ്മളെ നാട്ടിലൊക്കെ വന്ന് അവിടെയുള്ള ദീനീ കാര്യങ്ങളിലൊക്കെ ആവശ്യമാവുന്ന നിലക്ക് വേണ്ട പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ച് പല നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്നും കൊണ്ടിട്ട് ഇവിടുത്തെ ഈ കമ്മിറ്റിക്കാരും അവരെ സ്നേഹിക്കുന്ന പലരുമൊക്കെ സഹകരണം ഉണ്ട്. ആ സഹകരണം കൊണ്ടിട്ടാണ് ഇത് നടന്നു പോണത്. എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിലൊക്കെ ധാരാളം ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഹാദൽ മജ്ലിസുൽ അളീം, ഈ മജ്ലിസിനെ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പല ആളുകളും കുട്ടികൾ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുക എന്ന് പറഞ്ഞ് പല ഭാഗത്ത് ആ പറഞ്ഞ ആളുകളും അല്ലാത്ത എല്ലാ മക്കളും നല്ല മാർക്ക് കൂടി അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബൂറിനെ അള്ളാഹു സുഖപുകാവനാക്കട്ടെ. നമ്മളെല്ലാ ദീനീ സ്ഥാപനങ്ങളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദയുടെ മേൽ നമുക്കുള്ള അഖീദനെ അള്ളാഹു അടിയുറപ്പിച്ച് നിർത്തിത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ ദോഷങ്ങളെയും വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. സ്വർഗത്തിലെ മഹാന്മാരോടുകൂടെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടി തരട്ടെ. ഈ സ്ഥാപനത്തിനെ സഹായിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ ധാരാളം ചൊരിയട്ടെ. ഇനി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ പലരുണ്ട് ഇവിടെ, അവരൊക്കെ ദുആ ചെയ്യും. അള്ളാഹു അവർ നമ്മളെയൊക്കെ ദുആനെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.